Good morning, everyone. Today we are going to learn 9th Standard History, Chapter 3, Indian ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന എന്നാണ് നിലവിൽ വന്നത്. മിക്കവാറും PSC ക്വസ്റ്റ്യനൊക്കെ PSC ടെസ്റ്റിനൊക്കെ ഭരണഘടനയിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അല്ലേ? അപ്പോ എന്നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാണ് 1950 ജനുവരി 26 PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? അപ്പോ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഓർത്തു വെക്കുക. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് അതും നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആരാണ്? അംബേദ്കർ ആണ് അല്ലേ? അപ്പോ അംബേദ്കർ ആണ് ഭരണഘടനയുടെ മുഖ്യ ശില്പി അല്ലെങ്കിൽ രാഷ്ട്രീയ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഭരണഘടനാ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ അംബേദ്കർ ആണെന്ന് ഓർത്തു വെക്കുക. നമ്മൾ എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത് എന്നാണ്? ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്നും ഓർത്തു വെക്കുക. അപ്പോ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഏതിലൂടെ? ഇന്ത്യൻ ഭരണഘടനയിലൂടെ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാണ്? 1950 ജനുവരി 26. ഇതിന്റെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ അംബേദ്കർ ആണ്. ഓർത്തു വെക്കുക. എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്? ജനുവരി 26. അപ്പോൾ ഇതൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല, ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞതാണ്, ഇതൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്താണ്? സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഭരണഘടനയിൽ എന്താണ് പ്രസ്താവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പോ ഈ ലക്ഷ്യങ്ങൾ, അതായത് സാമൂഹികമായും അതുപോലെ രാഷ്ട്രീയമായും സാമ്പത്തികമായുള്ള ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നതിന് നമ്മുടെ ഭരണഘടനയിൽ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അവയിൽ ചില വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഏതൊക്കെയാണ്? ഒന്ന്, മൗലിക അവകാശങ്ങൾ. ഏതാണ്? ഒന്ന്, മൗലിക അവകാശങ്ങൾ. സെക്കൻഡ് വൺ, നിർദ്ദേശക തത്വങ്ങൾ. ഏതാണ്? സെക്കൻഡ് വൺ, നിർദ്ദേശക തത്വങ്ങൾ. തേർഡ് വൺ, മൗലിക കർത്തവ്യങ്ങൾ. അപ്പോൾ മൂന്നായിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയെ രാഷ്ട്രീയപരമായി സാമൂഹികപരമായി സാമ്പത്തികപരമായി ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എന്താണ് മൗലിക അവകാശം? അതായത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ജനാധിപത്യ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായ അവകാശങ്ങൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യ ഉറപ്പു നൽകുന്നുണ്ട്. അവയിൽ ഏറ്റവും അനിവാര്യമായതാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് ഏത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, മൗലിക അവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ, എത്രാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏതാണ്? 3-ാം ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മൗലിക അവകാശങ്ങളെ, ചില അവകാശങ്ങളെ മൗലിക അവകാശങ്ങൾ എന്നറിയപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. അതായത് വ്യക്തിക്ക് എന്ത് ചെയ്യണം? സമ്പൂർണ്ണ വികാസത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ത്? മൗലിക അവകാശങ്ങൾ. അതായത് അവരുടെ അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് മൗലിക അവകാശം ആണല്ലോ. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾക്ക് അവയുടെ സംരക്ഷണത്തിന് ഒരു ജനാധിപത്യ സമൂഹത്തിൽ എന്തുണ്ട്? വളരെയധികം വലിയ ഒരു പങ്കുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണകാലത്ത് നമുക്കറിയാം ഇന്ത്യക്കാർക്ക് പല അവകാശങ്ങൾ നിഷേധിച്ചിരുന്നു ഇല്ലേ? അത് നമുക്കറിയാം, നമ്മൾ ഇതിന് മുന്നേയുള്ള പ്രീവിയസ് ഇയറിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യമൊക്കെ നിരന്തരം ഉന്നയിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഇതിലെന്താണ് നെഹ്റു പറയുന്നത്? അതായത് അപ്പോ പൗരന്മാർക്ക് നിഷേധിച്ചിരുന്ന അവകാശങ്ങൾ, ഏത് കാലത്ത്? പണ്ടുള്ള കാലത്ത് പൗരന്മാർക്ക് നിഷേധിച്ചിരുന്ന അവകാശങ്ങൾ എന്ത് ചെയ്യണം? അനുവദിക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിരുന്നു. അതില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ്. അപ്പൊ ചിലപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ വന്ന വർഷം എന്നാണ്?
നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ വന്ന വർഷമാണ് 1928, അല്ലെങ്കിൽ 1928 നിലവിൽ വന്ന റിപ്പോർട്ട് ഏതാണ്, അല്ലെങ്കിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഇത് ഓർത്തു വെക്കുക. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരം ലക്ഷ്യം വെച്ചത് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ചതുമായ അവകാശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ എന്ത് ചെയ്തത്? മൗലിക അവകാശങ്ങൾ. അപ്പോൾ എന്താണ്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ബേസ് ചെയ്താണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത്. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ തയ്യാറാക്കിയതെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടികയിൽ നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യുന്നു? രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. അപ്പോൾ എത്ര ഭരണഘടനയാണ്? 6 ഭരണഘടനയാണ് മൗലിക അവകാശങ്ങൾ. ഏതിനാണ്? മൗലിക അവകാശങ്ങളിലെ 6 ഭരണഘടനയാണ് പ്രദാനം ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള സമത്വത്തിനുള്ള അവകാശം, 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3 ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മൗലിക അവകാശങ്ങളെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്? സ്വാതന്ത്ര്യത്തിന്, അതായത് ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, സമത്വത്തിനുള്ള അവകാശമുണ്ട്, ചൂഷണത്തിനെതിരായി റിയാക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, മതസ്വാതന്ത്ര്യം, ഓരോരുത്തർ ഏത് മതം വിശ്വസിക്കണമെന്നുള്ള മതസ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശമുണ്ട്, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശമുണ്ട്. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടന ഭേദഗതിയിൽ മൗലിക അവകാശങ്ങളെ എത്രയായി തിരിച്ചിരിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എത്രയാണ്? 6 ആയിട്ടാണ്. പ്രധാനമായി 6 ആയിട്ടാണ് മൗലിക അവകാശങ്ങളെ ഇന്ത്യൻ ഭരണഘടനയിൽ തിരിച്ചിരിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. അവ ഏതൊക്കെയാണെന്ന് വായിച്ചു വെക്കുക. ഓക്കെ. അടുത്തത് ലെറ്റ് us see സമത്വത്തിനുള്ള അവകാശം. ഓക്കെ. അതായത് ഇതിലൊരു പേപ്പർ കട്ടിങ്സ് പോലെ തന്നിട്ടുണ്ട്. അതായത് ഉത്തരേന്ത്യൻ ഗ്രാമമായ മധ്യമ ദലിത് വിഭാഗങ്ങൾ, മുന്നോക്ക ജാതിയിൽപ്പെട്ടവരുടെ താമസ സ്ഥലത്ത് പ്രശ്നം. അത് വേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക, അതൊന്നും ആവശ്യമില്ല. അതായത് എന്താണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ എന്താണ് സമത്വത്തിനുള്ള അവകാശം എന്നാണ്. ഓക്കെ. അതായത് ഇതൊരു വാർത്തയാണ്. അതായത് സമത്വം എന്ന് പറയുന്നത് എന്താണ്? സമത്വം എന്ന് പറയുന്നത് എന്തൊക്കെ തരത്തിലുള്ള വിവേചനങ്ങളെ കുറിച്ചാണ് സമത്വം എന്ന് പറയുന്നത്? അതായത് ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം, സ്ത്രീ പുരുഷ അസമത്വം, ജനന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം, ഇതുപോലുള്ള നിരവധി അസമത്വങ്ങളും വിവേചനങ്ങളും നിലനിൽക്കുന്ന സമൂഹമാണ് നമ്മുടേത്. അത് നമുക്കറിയാലോ. ഇങ്ങനെയുള്ള സാമൂഹിക അസമത്വങ്ങൾ അവസാനിപ്പിക്കാനും സമത്വം ഉറപ്പുവരുത്താനുമാണ് സമത്വത്തിനുള്ള അവകാശം നിലകൊള്ളുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് മൗലികാവകാശം, രണ്ടാമത് സമത്വത്തിനുള്ള അവകാശങ്ങൾ ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം എന്ന് നമുക്ക് നോക്കാം. നിയമത്തിന് മുന്നിൽ എന്ത് ചെയ്യണം? സമത്വം ഉറപ്പാക്കൽ. ഒന്നാമത്തത് ജാതി, മതം, വർഗം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ. അത് രണ്ടാമത്തത്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. ഓക്കെ. പിന്നെ എന്താണ്? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. നമുക്കറിയാം പണ്ട് കാലത്ത് തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു, അത് നിർത്തലാക്കുക. പിന്നെ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക. ഇതൊക്കെയായിരുന്നു സമത്വത്തിനുള്ള അവകാശത്തിൽ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. അതായത് സ്ത്രീകൾ, കുട്ടികൾ, പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് സമത്വത്തിനുള്ള അവകാശത്തിന് എതിരല്ല. നേരെ മറിച്ച് പ്രത്യേക പരിഗണന നൽകുന്നത് വഴി അസമത്വം ഒഴിവാക്കാനും സമത്വം സ്ഥാപിക്കാനും കഴിയുമെന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. അപ്പൊ എന്താണ് നിയമത്തിന് മുന്നിൽ സമത്വം? അത് നോക്കാം. എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും എന്താണ്? സമന്മാരാണ്. എന്നാണ് നിയമത്തിന് മുന്നിൽ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തിയുടെ ഔദ്യോഗിക പദവിയോ അധികാരങ്ങളോ എന്ത് തന്നെ ആയാലും അയാൾ എന്ത് ചെയ്യില്ല? നിയമവ്യവസ്ഥയ്ക്ക് അതീതനല്ല എന്നാണ് നിയമത്തിന് മുന്നിൽ സമത്വത്തെക്കുറിച്ച് പറയുന്നത്. അടുത്തത് സ്ഥാനപ്പേര് നിർത്തലാക്കൽ എന്ന് പറയുന്നത് എന്താണ്? സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്പേരുകളും പദവികളൊക്കെ നൽകിയിരുന്നു. സാമ്രാജ്യത്വ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം പദവികൾ ദുരുപയോഗം ചെയ്യുന്നതിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എതിർത്തിരുന്നു.
ഇത്തരം സ്ഥാനപ്പേരുകൾ അസമത്വത്തിന് കാരണമാകുന്നതിനാൽ ഇന്ത്യൻ ഭരണഘടന സ്ഥാനപ്പേരുകൾ നിർത്തലാക്കി. അതുകൊണ്ടാണ്, അതായത് പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് അവർ ഓരോരുത്തർക്ക് ഓരോ സ്ഥാനപ്പേരുകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം റദ്ദാക്കണമെന്നാണ് ഈ ഭരണഘടനയിൽ പറയുന്നത്. അവരതെല്ലാം എന്ത് ചെയ്തു? സ്ഥാനപ്പേരുകളൊക്കെ നിർത്തലാക്കി. പിന്നെ അതുപോലെ തന്നെ നിയമത്തിന് മുന്നിൽ എല്ലാവരും ഈക്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് ഏതിൽ? ഭരണഘടനയിൽ. അത് ഓർത്തു വെക്കുക. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എന്താണ് സ്വാതന്ത്ര്യം? ഒരു വ്യക്തിക്ക് എന്തിനുള്ള അവകാശമുണ്ട്? സ്വാതന്ത്ര്യത്തിനുള്ള. അതായത് ഒരു വ്യക്തി എന്ത് തന്നെ ആര് പറഞ്ഞാലും നമുക്ക് അത് തിരിച്ച് റിയാക്ട് ചെയ്യാനും, അല്ലെങ്കിൽ എന്താണോ ഒരാൾ നമ്മളെ എന്ത് ചെയ്തു, ഒരാൾ നമ്മളെ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ അടിച്ചു എന്ന് വിചാരിച്ചു, അപ്പൊ നമുക്ക് അതിന് റിയാക്ട് ചെയ്യാനുള്ള എന്തുണ്ട്? അവകാശമുണ്ട്. അതാണ് സ്വാതന്ത്ര്യത്തിനുള്ള. എന്ത് തന്നെ പ്രശ്നമുണ്ടായാലും നമ്മൾ എന്ത് ചെയ്യും? അതിന് റിയാക്ട് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതായത് നമുക്കറിയാം, നമ്മുടെ ഭരണഘടനാ ശില്പി ആരാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഡോക്ടർ അംബേദ്കർ ആണ്. അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നതിന്റെയും പ്രസംഗം കേൾക്കുന്നതിനായി ജനങ്ങൾ സമാധാനപരമായി സമ്മേളിച്ചിരിക്കുന്നതിന്റെ ചിത്രമാണ് ഈ പിക്ചർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു വ്യക്തിക്ക് എന്ത് തന്നെ ആയാലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതുപോലെ തന്നെ ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി എന്ത് ചെയ്യാം? സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതുകൂടാതെ സംഘടനകൾ ഒരു വ്യക്തിക്ക് രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. താമസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തൊഴിലിലും വ്യാപാര വിപണന കേന്ദ്രങ്ങളിലേക്ക് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. പിന്നെയുള്ളത് 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും എന്ത് കിട്ടിയിരിക്കണം? നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അന്യായമായ അറസ്റ്റ്, അതുപോലെ തടങ്കലിനും എതിരായി സംരക്ഷണം. ഇതൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, വായിച്ചു വെക്കുക. എന്താണ് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം നമുക്ക് നോക്കാം. അതായത് ഭരണഘടന അനുസരിച്ച് നിയമാനുസൃത നടപടിയിലൂടെ അല്ലാതെ ഒരു വ്യക്തിയിലൂടെ ജീവനോ സ്വാതന്ത്ര്യമോ ഹനിക്കപ്പെടരുത്. അതായത് അടിയന്തരാവസ്ഥ കാലത്ത് നിഷേധിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അധികാരികളുടെ ഏകാധിപത്യ പ്രവണതകളെ തടയാൻ ഈ അവകാശം ജനങ്ങളെ സഹായിക്കുന്നു. അതായത് നിയമാനുസൃതമായി മാത്രമേ ഒരു വ്യക്തി എന്ത് ചെയ്യാവൂ? ഒരു വ്യക്തിയെ ഇപ്പൊ അറസ്റ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ കൊല്ലണമെങ്കിലും എന്ത് ചെയ്യണം, ശിക്ഷിക്കണമെങ്കിലും വ്യക്തിക്ക് എന്ത് വേണം? ഒരു നിയമപരമായ ഒരു അനുസൃത നടപടി വേണം, അല്ലെ? തെറ്റ് ചെയ്ത വ്യക്തികളെ മാത്രമേ ശിക്ഷിക്കാവൂ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന് ഒരു ജനാധിപത്യ രാജ്യത്തിൽ എന്തുണ്ട്? വലിയ പ്രാധാന്യമുണ്ട്, അല്ലെ? അതായത് എല്ലാം നമ്മുടെ നിയന്ത്രണ വിധേയമാണ്. രാജ്യത്തിന്റെ ഐക്യത്തിന്, സമാധാന അന്തരീക്ഷത്തിന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ഈ സ്വാതന്ത്ര്യം എന്ത് ചെയ്യില്ല? അനുഭവിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തത് ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഓക്കെ, എന്താണ് ചൂഷണം എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം, കുഞ്ഞു കുട്ടികളെ, അതായത് ബാലവേല എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് തൊഴിലിടങ്ങളിൽ എന്ത് ചെയ്യും? കുട്ടികളെയും കൂടെ കൊണ്ടുപോയി പണിയെടുപ്പിക്കുക, അവരെ പഠിപ്പിക്കാൻ വിടാതെ, സ്കൂളുകളിൽ വിടാതെ എന്ത് ചെയ്യുക? ജോലി ചെയ്യിപ്പിക്കുക. അതൊക്കെയാണ് ചൂഷണം എന്ന് പറയുന്നത്. ബാലവേല ചെയ്യിക്കുക, അങ്ങനെയൊക്കെയുള്ളതാണ് ചൂഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതില് ബാലവേല എന്ന് പറയുന്നത് അതുപോലുള്ള ചൂഷണം പോലെ, അതുപോലെ അടിമത്തം എന്ന് പറയാം. അതായത് വലിയ കാശുള്ളവര് പാവങ്ങളെ അടിമത്തത്തിന് വഴിയൊരുക്കുകയും അടിമക്കാരായി ജീവിപ്പിക്കുകയും ജോലി ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും. അതാണ് അടിമത്തം എന്ന് പറയും. ഓക്കെ, അങ്ങനെയുള്ള ചൂഷണങ്ങൾ നിരോധിക്കാനും പിന്നെ അന്തസ്സുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്നതിനും വേണ്ടിയുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശമെന്ന് നമുക്ക് പറയാം. അതായത് നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരുന്നു. ഓക്കെ, അതായത് അടിച്ചേൽപ്പിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ മനുഷ്യ കച്ചവടം, അടിമ കച്ചവടം, പണക്കാരുടെ വീട്ടിൽ പാവങ്ങളെ കൊണ്ടുപോയിട്ട് അടിമ പണി ചെയ്യിക്കുക, അതൊക്കെ നിരോധിച്ചു. അതുപോലെ വ്യവസായശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നമുക്കറിയാം. പണ്ടുകാലത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരുപാട് കുട്ടികളൊക്കെ എന്ത് ചെയ്തു? ഈ ഖനികളിലൊക്കെ ജോലിക്കൊക്കെ പോകുന്നത് നമ്മൾ പണ്ടുള്ള ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എന്ത് ചെയ്തു? നിരോധിച്ചു. അപ്പോൾ അതൊക്കെയാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് പറയുന്നത്.
അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും നോക്കിയാൽ മതി. ഏതൊക്കെയാണ് നമ്മൾ നോക്കിയത്? ചൂഷണത്തിനുള്ള അവകാശം നമ്മൾ നോക്കി. പിന്നെ എന്താണ് നോക്കിയത്? നമ്മൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നോക്കി. പിന്നെ മൗലിക അവകാശങ്ങൾ നോക്കി. അതുപോലെ തന്നെ സമത്വത്തിനുള്ള അവകാശം നോക്കി. മൗലിക അവകാശങ്ങൾ 6 തരത്തിലുണ്ട്. നമ്മുടെ രാഷ്ട്രീയ ശില്പി അല്ലെങ്കിൽ ഭരണഘടനാ ശില്പി അല്ലെങ്കിൽ മുഖ്യ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ അംബേദ്കർ ആണ്. എന്നാണ് ഭരണഘടന നിലവിൽ വന്നത്? 1950 ജനുവരി 26-നാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏത് പഠിച്ചു? നമ്മുടെ ഒരു അതായത് ഒരു നിയമവുമായി ബേസ് ചെയ്താണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ, അതായത് നമ്മുടെ ഈ ഭരണഘടന നിലവിൽ വന്നു എന്ന് പറഞ്ഞു. ഏതാണ്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ഇത്രയും ഓർത്ത്